കന്നഡ വ്യാപാര രംഗത്ത് 4 പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എജെ ഒപ്റ്റിക്കൽസ്. എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു. എജെ ഒപ്റ്റിക്കൽസ്, ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ്, ഓട്ടുപാറ. ഫോൺ നമ്പർ 6282021099. കടുത്ത വേനലിലും കാട്ടുതീയിൽ നിന്നും വനമേഖലയെയും വന്യജീവികളെയും സംരക്ഷിച്ച വനംവകുപ്പ്. വാഴാനി വനമേഖലയിൽ ഈ വർഷം 2 തീപിടുത്തങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെയും വാച്ചർമാരുടെയും അശ്രാന്ത പരിശ്രമമാണ് തീപിടുത്തങ്ങൾ കുറയ്ക്കുവാൻ സഹായകമായത്. കാടിന്റെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമല്ലാത്ത കാട്ടുതീ സാമൂഹ്യ വിരുദ്ധരുടെ ഇടപെടൽ മൂലമോ അശ്രദ്ധ കൊണ്ടോ ഉണ്ടായിട്ടുള്ളതാണ്. മുൻ വർഷങ്ങളിൽ കാടും കാട്ടുമൃഗങ്ങളെയും സിംഹഭാഗവും കാട്ടുതീ വിഴുങ്ങിയിരുന്നു. 36 സ്ക്വയർ കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന വാഴാനി വനമേഖലയിൽ വനം വകുപ്പ് അധികൃതരുടെ സമഗ്രമായ ഇടപെടൽ മൂലം കാട്ടുതീയെ ശക്തമായി പ്രതിരോധിക്കാനായി. വാച്ചർമാരുടെ എണ്ണം കുറഞ്ഞിട്ട് പോലും ഫയർ ലൈൻ തീർക്കുന്നതിനും കാട്ടുതീ തടയുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾക്ക് വനം വകുപ്പിന് കാര്യക്ഷമമായി നടപ്പാക്കാനായി. ഇതിന്റെ ഫലമായി തന്നെ കാട്ടുതീ വ്യാപിക്കുന്നത് പ്രതിരോധിക്കാനായതിന്റെ ആശ്വാസത്തിലാണ് വനം വകുപ്പ്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും വാച്ചർമാരുടെയും ജനപ്രതിനിധികളുടെയും ഇടപെടൽ മൂലം കാട്ടുതീ നിയന്ത്രിക്കാൻ സാധിച്ചതായി വാഴാനി ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ പി വിനോദ് പറഞ്ഞു. ചൂട് വളരെ കൂടുതലാണ്. നമുക്കറിയുന്ന പോലെ കാട്ടുതീ എന്ന് പറയുന്നത് കാടിൻ്റെ ആവാസ വ്യവസ്ഥയുടെ ഭാഗമല്ല. അത് സാമൂഹ്യ വിരുദ്ധരായിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് തീ ഉണ്ടാകുന്നത്. പക്ഷെ ഇത്തവണ കാട്ടുതീ ഒരു വലിയ വിഷയമായിട്ട് ഇതുവരെ വന്നിട്ടില്ല. 2 കാട്ടുതീ ഇൻസിഡൻ്റാണ് ഇതുവരെ ഈ റേഞ്ചിൻ്റെ സ്റ്റേഷൻ്റെതായിട്ടുണ്ടായിട്ട് ചേപ്പിലക്കോട് ഭാഗത്ത്. കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ബോധവൽക്കരണം അത്തരം കാര്യം നടത്തുന്നതിൻ്റെ ഒരു ഗുണം നിലവിലുണ്ട്. അതുപോലെ തന്നെ എല്ലാ വാർഡ് മെമ്പർമാരും നമ്മളോട് വളരെ സഹകരിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. കഴിഞ്ഞ വർഷം വാഴാനി മേഖലയിൽ 25 ഹെക്ടർ വനഭൂമിയാണ് കാട്ടുതീയിൽ കത്തിനശിച്ചത്. എന്നാൽ ഇത്തവണ അത് 3.5 ഹെക്ടർ മാത്രമാക്കി ചുരുക്കുവാൻ വനപാലകരുടെ കഠിനമായ പരിശ്രമം കൊണ്ടായി. ചേപ്പിലക്കോട് ഭാഗത്താണ് 2 ഇത്തവണ തീപിടുത്തം ഉണ്ടായത്. മുൻ വർഷങ്ങളിൽ കാട്ടുതീ തടയുന്നതിന് 25 വാച്ചർമാരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അത് 13 പേരായി ചുരുങ്ങി. 56 വയസ്സിന് മുകളിലുള്ളവരെ നിലനിർത്താൻ കഴിയാത്തതും പുതിയ ആളുകൾ ഈ മേഖലയിലേക്ക് കടന്നുവരാത്തതും തിരിച്ചടിയായി. എങ്കിലും മറ്റുള്ളവരുടെ ജോലി കൂടി ഈ 13 പേർ നിർവഹിച്ചതിനാൽ കാട്ടുതീ പ്രതിരോധിക്കുവാൻ ആയതിൽ ഇവർക്കും അഭിമാനിക്കാം. വനം വകുപ്പിന്റെ ബോധവൽക്കരണവും ജനപ്രതിനിധികളുടെ ഇടപെടലും ഇതിന് സഹായകരമായി. കഴിഞ്ഞ ദിവസം വേനൽ മഴ കൂടി ലഭിച്ചതോടെ ഏറെ ആശ്വാസത്തിലാണ് വനപാലകർ. VCV ന്യൂസ്, വടക്കാഞ്ചേരി.